അപ്പോൾ അച്ഛാ വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഗസറ്റിൽ വരെ വന്നൊരു കാര്യമാണ് ഈ സിറിയൻ കാത്തലിക്കും റോമൻ കാത്തലിക്കും എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് ഒന്നായിട്ട് പറയേണ്ട കാര്യമല്ലോ, ഇത് തിരിച്ച് സിറിയനും റോമൻ എന്നൊക്കെ പറഞ്ഞ് ഈ സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യമല്ലോ ഉണ്ടോ? അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ. ഓക്കെ, വെരി ഗുഡ്. അത് പ്രത്യേകിച്ച് ഈ ഒരു ചോദ്യം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ സിറിയാനി ക്രിസ്ത്യൻസും അതുപോലെ ലാറ്റിൻ ക്രിസ്ത്യൻസും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. എന്താണ് ഈ റോമൻ കാത്തലിക് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുക എന്തുകൊണ്ടാണ് സിറിയൻ കാത്തലിക്കും തിരിച്ചു പറയണം എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റോമൻ കാത്തലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർപ്പാപ്പ തലവനായിട്ടുള്ള പാശ്ചാത്യ ആരാധനാക്രമം അല്ലെങ്കിൽ റോമൻ ആരാധനാക്രമം ഉപയോഗിക്കുന്ന ലത്തീൻ ഭാഷ പ്രധാന ഭാഷ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് റോമൻ കാത്തലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കത്തോലിക്ക കൂട്ടായ്മയിലെ 6 പാരമ്പര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. പിടിയോ? അത് ആ സഭ വലിയ സഭയാണ് എന്നതുകൊണ്ട് അത് എല്ലാ സഭകളും ഉൾക്കൊള്ളുന്ന പേര് അതിന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ കത്തോലിക്ക വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് റോമൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നതല്ല നമ്മൾ പറയുന്നത് എന്താണ്? കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയിൽ എന്താണുള്ളത്? ഈ 6 പാരമ്പര്യങ്ങളിലുള്ള 24 വ്യക്തിസഭകളുണ്ട്, സ്വയാധികാര സഭകളുണ്ട്. അപ്പോൾ അതിൽ ഒരു സഭയാണ്, അതിൽ വളരെ പ്രാധാന്യമുള്ള സഭയാണ്, അതിൽ സാർവത്രികമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന സഭയാണെന്നൊക്കെ ശരിയാണ്. പക്ഷേ അത് ഈ 6 പാരമ്പര്യങ്ങളിൽ ഒരു സഭ മാത്രമാണ്. രണ്ടാമത്തെ ഒരു കാരണം, ഈ സുറിയാനി ക്രിസ്ത്യാനികൾ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലുണ്ട്, അതുപോലെ തന്നെ അന്ത്യോക്യയിൽ, ഇറാഖ്, ഇറാൻ മുതലായ സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഒറിജിനുള്ളത്. ക്രിസ്ത്യാനി സഭകളുടെ ഒറിജിനൽ പ്ലേസസ് അല്ലെങ്കിൽ ഇതുള്ളത്. അവിടുന്ന് പിന്നെ സ്പ്രെഡ് ചെയ്ത് ഡയാസ്പൊറയിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയ മറ്റ് മൈഗ്രൻസ് അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള സുറിയാനി ക്രിസ്ത്യാനികളും ഉണ്ട്. ചരിത്രപരമായിട്ട് സുറിയാനി ക്രിസ്ത്യാനികൾ റോമിലെ സഭയുണ്ടായ അതേ സമയത്ത് ഇവിടെയുള്ള സഭയാണ്. അതൊരു അപ്പസ്തോലിക സഭയാണ്, മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ അപ്പസ്തോലിക സഭയാണ്. ഇനി അന്ത്യോക്യൻ സഭയാകട്ടെ, അന്ത്യോക്യൻ സഭയും സുറിയാനി സഭയാണ്. ആ സഭയാണ് പത്രോസ്ലീഹായും പൗലോസ്ലീഹായും പ്രസംഗിച്ചിട്ടുള്ള സഭയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അപ്പസ്തോലിക സഭകളുടെ ഒരു കൂട്ടായ്മയാണ്, പരമ്പരാഗതമായിട്ട് ലോകത്തെമ്പാടുള്ള സഭകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഓരോ സഭയ്ക്കുമുള്ള വ്യക്തിത്വത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ, ചരിത്രത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ, ആരാധനാക്രമത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ, ദൈവശാസ്ത്രത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ, സഭയുടെ ഡിസിപ്ലിനെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. അപ്പോൾ ഓരോ സഭയ്ക്കും തനതായിട്ടുള്ള വ്യക്തിത്വത്തെ വിളിച്ചോതുന്ന പേരുണ്ട്. റോമൻ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ റോമൻ പാരമ്പര്യം ഉപയോഗിക്കുന്ന കത്തോലിക്ക സഭ. സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ സുറിയാനി പാരമ്പര്യം ഉപയോഗിക്കുന്ന കത്തോലിക്ക സഭ. ഇനി സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ സീറോ മലങ്കര സഭയും സീറോ മലബാർ സഭയും കാനായ കത്തോലിക്ക സഭയും ഉണ്ട്. 3 സഭകളുണ്ട്. അപ്പോൾ ഈ 3 സഭയ്ക്കും വ്യത്യസ്തമായ ചരിത്രമുണ്ട്, ദൈവശാസ്ത്രമുണ്ട്, ആരാധനാക്രമമുണ്ട്, അല്ലെങ്കിൽ വിശ്വാസ പാരമ്പര്യങ്ങളുണ്ട്, തനതായിട്ടുള്ള ഒരു സംസ്കാരം പോലും ഈ സഭകൾക്ക് ഉണ്ട്.